ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പെർഫെക്റ്റ് ആൻഡ് സോഫ്റ്റ് ഗുലാബ് ജാമുനാണ്. അപ്പോൾ നമ്മുടെ പരി കൂടെയുണ്ട് കുക്കിങ്ങിനായിട്ട്. അപ്പോൾ ആൾ സ്വീറ്റിൻ്റെ ഐറ്റംസൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റാണ് ആൾക്ക്. അപ്പോൾ നമുക്ക് ഗുലാബ് ജാമുൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ ആദ്യം തന്നെ മെഷർ ചെയ്ത് വയ്ക്കുകയാണ്. വെച്ചതിന് ശേഷം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മൾ ഗുലാബ് ജാമുൻ്റെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആച്ചിയുടെ ബൈ വൺ ഗെറ്റ് വൺ ഗുലാബ് ജാമുൻ മിക്സാണ്. എനിക്ക് കൂടുതലും ഈ ബ്രാൻഡാണ് എനിക്കിഷ്ടം. നമ്മൾ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം നമുക്ക് അതിലോട്ട് ഒരു 1/4 ഗ്ലാസ് പാൽ മതിയാവും. ഞാൻ ഈ എടുത്ത അത്രയും പാലൊന്നും ആവശ്യം വന്നില്ല. അപ്പോൾ അതൊരു സോഫ്റ്റ് ഡോ ആയിട്ട് നമ്മൾ ആ പാലൊഴിച്ചിട്ട് മിക്സ് ചെയ്യുക. ആദ്യം സ്പാച്ചുല വെച്ചിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ശരിക്ക് ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു പാകത്തിന് വേണം നമ്മൾ കുഴച്ചെടുക്കാൻ. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന ആ ഒരു തിക്നെസ് പാടില്ല. അപ്പോഴേ ഗുലാബ് ജാമുൻ സോഫ്റ്റായിട്ടും ക്രാക്കില്ലാതെയും വരുള്ളൂ. അപ്പോൾ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഒരു 2 ഡ്രോപ്പ് ഗീയും കൂടെ ചേർത്തിട്ട് അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ബോൾസ് ആക്കി എടുക്കുകയാണ്. അപ്പോൾ എല്ലാം നല്ല പെർഫെക്റ്റ് ബോൾസായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇനി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു കടായിൽ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. അപ്പോൾ അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഗീയുടെ ഒരു ഫ്ലേവർ ഗുലാബ് ജാമുന് വളരെ നന്നായിരിക്കും. അതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ നമ്മൾ ഗീ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബോൾസ് ആഡ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം ഇടുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിം, അതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളത് പതുക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ മുകൾ ഭാഗം കരിഞ്ഞു പോവുകയും ചെയ്യും, അപ്പോൾ വേവാതെയും വരും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇളക്കി നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സൈഡും ഒരേ കളറിൽ നമുക്ക് കിട്ടും. ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് ഒരു ടിഷ്യൂ പേപ്പർ ഇട്ട ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാ ബോൾസും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഗുലാബ് ജാമുൻ്റെ എല്ലാ ബോൾസും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, സെയിം കളറിൽ. നെക്സ്റ്റ് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. ഇത് ഒരു പാക്കറ്റിന് 700 ഗ്രാംസ് ഷുഗറാണ് ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു പാക്കറ്റ് ഗുലാബ് ജാമുൻ മിക്സിന് സെയിം ക്വാണ്ടിറ്റി തന്നെ നമ്മൾ വാട്ടറും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിതിലേക്ക് ഒരു പീസ് സിനമണാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ കാർഡമം യൂഷ്വലി ആഡ് ചെയ്യാറില്ല. ഈ സിനമൻ്റെ ഒരു ഫ്ലേവർ കാർഡമത്തിനേക്കാൾ കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ സിനമൺ ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ സിനമൺ പൗഡർ ഉണ്ടെങ്കിൽ ഒരു 2 പിഞ്ച് സിനമൺ പൗഡർ ആഡ് ചെയ്താലും മതി. അപ്പോൾ അത് നല്ല പോലെ ഷുഗർ സിറപ്പ് തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് ഗുലാബ് ജാമുൻ ബോൾസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 1 മിനിറ്റ് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളച്ചതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് ഒരു 2 hours അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴേ പെർഫെക്റ്റ് ഗുലാബ് ജാമുൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് 2 hours ഇതൊന്ന് ചൂടൊക്കെ മാറി ഗുലാബ് ജാമുൻ സെറ്റ് ആവാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മുടെ ഗുലാബ് ജാമുൻ നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ഗുലാബ് ജാമുനാണ്. ഒരു ഗുലാബ് ജാമുൻ ബോൾസിലും ക്രാക്ക് പോലും ഇല്ലാതെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് സെർവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ നമ്മൾ പരിയൊക്കെയാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പരി ടേസ്റ്റ് ചെയ്തിട്ട് ഗുലാബ് ജാമുൻ എങ്ങനെയുണ്ടെന്ന് പറയാൻ പോവാണ്.
അപ്പോൾ നമ്മുടെ പരി ഗുലാബ് ജാമുൻ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഗുലാബ് ജാമുൻ. ആൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഇതേ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. പെർഫെക്റ്റ് ഗുലാബ് ജാമുൻ്റെ റെസിപ്പിയാണിത്. തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.